അദ്ദേഹം തന്നെ നിർദ്ദേശിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അമ്പലപ്പുഴ മത്സരിപ്പിച്ചത്. അദ്ദേഹം തന്നെ ജയിപ്പിച്ചതാണ്. അദ്ദേഹം തന്നെ ജയിപ്പിച്ചത്, നേരത്തെ കൂടെ ജയിപ്പിച്ച ആളല്ലേ അവിടെ നിൽക്കുന്ന ആൾ. അത് ഒരു ടേമേ ആയുള്ളൂ, ഒരു വർഷമേ ആയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ആളെ നമുക്ക് ഒഴിവാക്കാൻ നോക്കുമോ? ഒഴിവാക്കാൻ നോക്കിയല്ല. അത് വേറെ. അതല്ല, അത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പരാതി വന്നു. ഒരു പരാതി വന്നപ്പോൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ ഒരു പരാതി വന്നാൽ ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കും. അന്വേഷിച്ചപ്പോഴാണ് അന്വേഷണ കമ്മീഷന്റെ ഒരു നിഗമനത്തിലാണ് ചില നോട്ടക്കുറവും കുറെ ഉണ്ടായിട്ടുണ്ടെന്ന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ശരിയായിരിക്കും, അതൊക്കെ കറക്റ്റായിരിക്കും. ഞാൻ പറഞ്ഞ അതല്ല, നമ്മളതല്ല. പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതി വന്നു. ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പരാതി വന്നപ്പോഴത്തേക്ക് ആ പരാതി സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി സ്വാഭാവികമാണ്. ഏത് പരാതി വന്നാലും അങ്ങനെയാണ്, അന്വേഷിക്കുമല്ലോ. ചിലർ നേരിട്ട് അന്വേഷിക്കും, ചിലർ കമ്മിറ്റി എടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്ത് അംഗീകരിക്കും. ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അതെടുത്ത് ദൂരക്കളയുന്ന അവസ്ഥാനമല്ല. ഏത് പരാതി വന്നാലും ആ പരാതിയെ സംബന്ധിച്ച് ഗൗരവമായിട്ട് പരിശോധിക്കും. പേര് വയ്ക്കാതെ വരുന്ന പരാതി പോലും ഞങ്ങൾ പരിശോധിക്കും. ഏതാ വിശദീകരണം കേട്ടു. അതെനിക്ക് ഞാൻ പറഞ്ഞിപ്പം അന്ന് നടന്നിട്ടുള്ള കാര്യം. അതിനകത്ത് വിശദീകരണം എല്ലാം ചോദിച്ച് കാണും, കമ്മീഷന് മുമ്പായി വന്ന് മൊഴിയൊക്കെ എടുത്ത് കാണും. അങ്ങനെ ആയിരിക്കും വരുന്നത്, അല്ലാതെ അത് വരികയില്ല. അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയാം. ഏതിന്റെ അത് വളരെ കൃത്യമല്ലേ, എനിക്കറിയാം. അതെന്താ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എപ്പോഴും ഞാനിപ്പോഴാണ് കേൾക്കുന്ന ആ കാര്യം. അദ്ദേഹം ഭുവനേശ്വരനെ കൊലപ്പെടുത്ത ആരാക്കാം? KSU DSU ഗുണ്ടകളാണ്, അവരാണ്. അത് എന്ന് വെച്ചാൽ അന്ന് ഭുവനേശ്വരനെ അന്ന് കൊല്ലാൻ കാര്യം തന്നെ ഈ സുധാകരൻ്റെ അനിയനായത് എന്നുള്ള ഒറ്റ ഇല്ല. അതെല്ലാം ഇപ്പോഴാണ് സുധാകരൻ പറയുന്നത്. ഇന്ന് വരെ അങ്ങനെ ഒരു അഭിപ്രായം സുധാകരൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആ കേസൊക്കെ നടത്തി, കേസൊക്കെ അന്ന് പാർട്ടി ചിലപ്പോൾ സഹായിച്ചു കാണും, സഹായിക്കാതിരിക്കാൻ എന്താണ് പുള്ളി നടത്തുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സഹായിക്കാവുന്നത്. സാധാരണ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടിയാണ് കേസ് നടത്തുന്നത്. അത് അദ്ദേഹം പാർട്ടി പറഞ്ഞാൽ മതി, പാർട്ടി പറഞ്ഞാൽ അന്നേരം തന്നെ അത് നടത്തുമല്ലോ. അങ്ങനെയാണ് നടത്തുന്നത് സാധാരണ. പിന്നെ ഇതിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴാണ് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമുക്കറിയാം, മറ്ററിയാം. ഏത് അങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ? അത് ഏതെങ്കിലും ആർക്കും തോന്നിക്കാണും ഇങ്ങനെ ഒരു ആണോ? അല്ല, എന്ന് നമുക്ക് പറയാറായിട്ടില്ല. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കില്ല. എനിക്കറിയില്ല. അങ്ങനെ പറയുമ്പോഴും ഒരു സൈഡിൽ വീണ്ടും മറ്റൊരു തരത്തിലുള്ള പ്രകോപനം വരികയാണ്. അത് തന്നെ 5 വർഷക്കാലം കൂടെ നടന്നിട്ടുള്ളത്. പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച പ്രകോപനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് എന്നതാണ് ഇത്രയും വഷളാക്കിയത് കാര്യങ്ങൾ. അതിലൊന്നും അദ്ദേഹം വഴങ്ങേണ്ട കാര്യമില്ല. പ്രകോപനം ഞാനല്ലേ ജില്ലാ ഞങ്ങളല്ലേ ജില്ലാ നേതാക്കന്മാർ. ഞങ്ങളുടെ അഭിപ്രായം അതിന് താഴെ വരുന്നതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചിലപ്പോൾ താഴെയുള്ള ചില സഹാക്കൾക്ക് ചില സമയത്ത് അങ്ങ് തോന്നിക്കാണാം. അങ്ങനെ വന്നിട്ടുള്ളതല്ല, തെറ്റാണെന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് ഇപ്പം എന്താ ഭയമായതുകൊണ്ടല്ല, ഞാൻ ഭയമായല്ല. ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, സുധാകരൻ സാഹിബിനെ ഇങ്ങനെ ജനങ്ങൾ വർഗവഞ്ചകനെന്നും മറ്റു രൂപത്തിൽ വിളിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. സുധാകരൻ സാഹിബിനെ പോലെ ആരാണ്? ഞാൻ പറഞ്ഞില്ല, സുധാകരൻ സാഹിബ് ആരാണ്? ഭുവനേശ്വരൻ്റെ ജ്യേഷ്ഠനാണ്. അങ്ങനെയുള്ള ഒരു രക്തസാക്ഷിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള സാഹിബിനെ ഇങ്ങനെ വിളിക്കുന്ന ഒരു അവസരം ഉണ്ടാക്കാനേ പാടില്ലാത്തതാണ്. എന്താ അവരങ്ങനെ വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്? ഇദ്ദേഹത്തിൻ്റെ നിലപാട് കാണാനല്ലേ.
അങ്ങനെ ഒരു നിലപാട് ഉണ്ടാക്കിയാലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യം ഒഴുക്കാൻ പാടില്ലെന്നാണ് നമ്മൾ പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു കാര്യം വന്നപ്പം അവരുടെ ചിന്തയിൽ അന്നേരം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനൊരു പ്രതികരണം നടത്തിയത്. ഏത് ഇനി എന്ത് ചർച്ച അദ്ദേഹം പ്രഖ്യാപിച്ചില്ലേ? ഇനി അദ്ദേഹം തിരുത്താൽ മതി. ചർച്ചയൊന്നുമല്ല, ഇതെല്ലാം കേട്ടിട്ട് ഇപ്പം ഞങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹം തിരുത്തല്ലാണ് ഇനി അദ്ദേഹത്തിൻ്റെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പോകുന്നത്. ചർച്ച ചെയ്ത് ഇന്നലെ പോയി ഞാൻ പാരാത്രി വരെ കുത്തിയിരുന്ന് ചർച്ച ചെയ്ത് പോകുന്നതല്ലേ. അതിൽ ഏറ്റവും ഇത് നടന്നിരിക്കണം. നമ്മുടെ ഒരു ഡിഫൻസും ഇല്ല, ഒരു ഭയവും ഇല്ല, യാതൊന്നുമില്ല. ഈ ആലപ്പുഴ ജില്ലയിൽ ഞാൻ പറയുന്നു, ഞാനല്ല ജില്ലാ സെക്രട്ടറി ആണല്ലോ, ഇങ്ങനെ ഒരു നിലപാടിനോടൊപ്പം സുധാകര സ്വാമിക്ക് നിലപാടെടുത്താൽ ആ നിലപാടിനോടൊപ്പം പോകുന്ന ഒരാളും ഈ ജില്ലയിലില്ല. അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകത. ഞാൻ പറയാം ഇല്ല, പോയില്ല, നിങ്ങൾ നോക്കൂ, അങ്ങനെ പോകത്തില്ല. അതാണ് ഇവിടുത്തെ ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമെന്നല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളും ഈ ആലപ്പുഴ ജില്ലയിലില്ല.